അയ്യോ അയ്യോണ്ടോ വയ്യേ. അപ്പൊ ഇന്നിവിടെ ടി.പി. റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഒരു വാർഷിക ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഘോഷയാത്രയുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന വിചാരിച്ചല്ല, ഇങ്ങോട്ടും വയ്യായിരുന്നു. പക്ഷെ അമ്മയൊക്കെ പറഞ്ഞു എന്തായാലും വരണമെന്ന്. സോ അങ്ങനെ അദ്ദേഹത്തൊക്കെ കണ്ടിട്ട് ഞാൻ ഡാൻസിനുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല, കാണിക്കാം. അപ്പൊ എല്ലാരും കേരള സാരിയിലാണ് പോകുന്നത്. അങ്ങനെ ഞാനിപ്പോ ജസ്റ്റ് എൻ്റെ ഒരു പഴയ സാരിയും ബ്ലൗസും ഉണ്ട്, അതിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ലിപ്സ്റ്റിക് ഇടണം, കണ്ണെഴുതണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ റെഡി ആയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ. എന്റെ കുട്ടി മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. എപ്പോഴും ഒരു ലിപ്സ്റ്റിക്കും കണ്ണ് പിന്നെ റീസെന്റ് ആണ് എഴുതാൻ തുടങ്ങി, ഒരു പൊട്ട്. ഇനിയിപ്പോ കമ്മല് എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് കമ്മലും കൂടെ ഇട്ടിട്ട് ഇനിയിപ്പോ റെഡി ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇഷ്ടമായി കമന്റ് ചെയ്യാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നേരത്തെ പറഞ്ഞല്ലോ എന്താ പരിപാടീസൊക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴെ പോയിട്ട് ഒരു ചന്ദനം തൊടാന്ന് വിചാരിക്കുന്നു. അൽക്കിയ അമ്മയെ ഒന്ന് സാരി ഒന്ന് ഉടുപ്പിക്കണം, എന്നിട്ട് കാണാം. ഓക്കെ, ആസ് യൂഷ്വൽ എനിക്ക് എവിടെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ തുമ്മലോ അസുഖങ്ങളോ വരും. ഇപ്പൊ കോൾഡ് പിടിച്ചിരിക്കുന്ന രീതിക്ക് തുമ്മലും ഉണ്ട്. എന്താവുന്നത് എനിക്കറിയത്തില്ല. പ്രോഗ്രാമിന് എനിക്ക് പോകാൻ പറ്റുമോന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ, റെഡി. ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല, അവർ റെഡിയായി. ഞാൻ എനിക്ക് പെട്ടെന്ന് സാരി ഒന്ന് ഉടുപ്പിച്ചായിരുന്നു. അമ്മ തന്നെ കൊടുക്കുന്നുണ്ട്, കുറച്ച് ഹെൽപ്പ് വേണമെങ്കിൽ കൊടുക്കാം. വേറെ ഒന്നുമില്ല. കുഞ്ഞോട്ടിനെ പെട്ടെന്ന് കാണില്ല, നവീതേട്ടൻ്റെ അടുത്ത് പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് ഞാൻ കാണിക്കാം. ആൻഡ് വേറെ കാര്യം, ഇന്ന് രാവിലെ നമുക്ക് മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നത് കണ്ടിട്ട് വരാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ടി.പി. റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗം എന്തുണ്ടായിരുന്നു, ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. സ്ലിപ്പൊക്കെ കേട്ടിരുന്നു, കാണുന്നില്ലല്ലേ. കൂടെ ഞങ്ങളുണ്ട്. എല്ലാ ലബോറട്ടറി ടെസ്റ്റുകളും കൃത്യതയോടെ ഉത്തരവാദിത്വത്തോടും ചെയ്തു നൽകുന്നു. നിങ്ങൾക്ക് യോജിച്ച ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളുമായി കൂടെ ഞങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് പോയിട്ട് ഒന്നുമില്ല, പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യും. ആൻഡ് എന്റെ ബാക്കിയൊക്കെ ഷുഗറും പ്രഷറും ഓക്കെയാണ്. ഇപ്പൊ കൊളസ്ട്രോൾ കൊടുത്തിട്ടുണ്ട്, ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ എനിക്ക് അവിടെ ഇൻഫെക്ഷൻ വരുമെന്ന് അറിയില്ല, അതാണ് എന്റെ പേടി. ഇപ്പം ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുന്നത് ഈ വൈകുന്നേരത്തിനുള്ളിൽ കിട്ടുമെന്നാ പറയുന്നത്. എന്തായാലും അവർ ചെയ്യുന്നൊരു നല്ലൊരു കാര്യമാണ് മെഡിക്കൽ ക്യാമ്പൊക്കെ വെക്കുന്നത്. നമ്മൾ ലാബിൽ പോയി കൊടുക്കുമ്പോൾ അത്യാവശ്യം കാശുമാവും. നീ പോയി നമ്മലപ്പുറമുണ്ട് അളകേൽക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മള് നേരത്തെ അങ്ങ് റെഡി ആയിക്ക്. നമ്മള് നമ്മളിവിടുന്ന് റെഡിയായി. ഇപ്പൊ നേരെ മുച്ചിലോട്ടേക്ക് പോകണം. നമ്മൾ മാത്രമേ റെഡി ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ റെഡി ആവണം അത്ര. അവർക്കൊക്കെ സെറ്റ് മുണ്ടാണ്, അപ്പം അതൊക്കെ ഉടുക്കണം. ലൈറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അവരൊക്കെ അവിടെ സെൽഫി എടുക്കുന്നു. നമുക്ക് സ്റ്റേജ് ഒക്കെ അവിടെ ആണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഘോഷയാത്ര. നമ്മളിപ്പം അങ്ങോട്ട് നടന്നിട്ട് അങ്ങോട്ട് നടക്കാം, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ സുന്ദരിച്ചെ പരിചയപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമ്മള് മാത്രം റെഡി ആയിട്ടില്ല. എനിക്ക് ആരും വന്നിട്ടില്ല. അമ്മ ഇച്ചിരി തിരക്കാക്കണം. നമ്മള് നേരത്തെ വന്ന 5 മണിക്കാണ് തുടങ്ങും. നമ്മളിപ്പം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നടയിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്തുകൊണ്ട് കാണാത്തവർക്ക് കാണിച്ചിരും. ഇതാണ് ഇവിടത്തെ ക്ഷേത്രം. നമ്മളെ സിമ്പിൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ ചെണ്ടയും മുത്തുകൂടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. ഓക്കെ, ഇതേ
മുത്തുക്കുടയൊക്കെ ഉണ്ട്, ചെണ്ടമേളം ഉണ്ട്, എല്ലാവരും വന്നു തുടങ്ങി. വർണ്ണശബളമായി ഘോഷയാത്ര നമ്മുടെ വിമോചനത്തിന്റെ ദിവ്യ സന്ദേശം പകർന്നുമായി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് 45 കുടുംബങ്ങൾ. അങ്ങനെ നമ്മുടെ ഘോഷയാത്ര കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. ഭയങ്കര ചൂടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. ഞാനൊരു 3 ഗ്ലാസ് കുടിച്ചു. എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വരായിരുന്നു. ഇനിയിപ്പം ഈ ഡ്രസ്സൊക്കെ മാറ്റണം. ഭയങ്കര ചൂട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരൊക്കെ ഒരുക്കാൻ വേണ്ടി പോണം. ഞാൻ ഡാൻസിനില്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം. അവരൊക്കെ വെക്കുന്നോണ്ട് ഒരു പൂതി കാരണം പണ്ടത്തെ ഒരു ഓർമ്മയ്ക്കൊക്കെ വേണ്ടി ഞാൻ വെച്ചതാണ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി മാറ്റിട്ട് എനിക്ക് ഒട്ടും വയ്യ. അതിനിടയ്ക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി വന്നു. ആൻഡ് ഇച്ചിരി വിശന്നപ്പോഴേ അറിയാലോ എല്ലാവർക്കും എന്റെ വിശപ്പ്. അപ്പൊ ഞാൻ ഇച്ചിരി ചോറ് എടുത്തോണ്ട് അവിടെ എന്തായാലും ഫുഡുണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി ചോറ് കഴിച്ച്. ആൻഡ് ഇന്നത്തെ പരിപാടി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എന്റെ അമ്മയൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ ഒക്കെ അരങ്ങേറ്റെന്ന് പറയാം ഒപ്പനയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കളിക്കാൻ വല്ല ആഗ്രഹം കാണും. ലൈഫിൽ ആദ്യമായിട്ട് കളിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കളിക്കും. ലൈഫിലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇതുവരെ കളിക്കാത്തവർക്ക് അവർക്കൊരു അവസരമാണ്. അതിലുള്ള പേടി ഉണ്ടായിരിക്കും. ആൻഡ് അങ്ങനെയുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പോട്ടെ, അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ പറ്റാവുന്ന രീതിക്ക് ഞാൻ പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കുറച്ച് മുന്നേ ഉണ്ടതേ ഉള്ളൂ. പക്ഷെ എനിക്ക് വിശക്കൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ പോയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ അത് അകത്താക്കി. പിന്നെ എന്താ, അവിടെ കുഞ്ഞു പിള്ളേരുടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇച്ചിരി നേരം അത് കാണാമെന്ന് വെച്ചു. പിന്നെന്താ, കുറച്ച് ആൻറ്റിമാരുടെ ഈ ഡാൻസ് അമ്മ ആദ്യമായിട്ടാണ് സ്റ്റേജ് കയറാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നല്ല അമ്മ. പണ്ട് കല്യാണത്തിന് ഒരുങ്ങി മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് മൈലാഞ്ചി ഇടുന്നതും ഒരുങ്ങുന്നതും ഒക്കെ. ചിരിക്ക്, നല്ലോണം ചിരിച്ച് കളിക്ക്. എന്നാ പറയാനില്ല, ചിരിക്ക്. ആദ്യമായിട്ടല്ല ഇത്ര ഒരുങ്ങിയിട്ടില്ലേ. ഈ വീട്ടിലിരിക്കുന്നല്ല ഇതുവരെ ഡാൻസിലൊന്നും ഇറങ്ങാത്ത വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് അമ്മമാരോടൊക്കെ എന്താ പറയില്ലേ? നിങ്ങൾ ഇതുവരെ ട്രൈ അല്ലേ? ബാക്കിയുള്ള വീട്ടിലൊരു പ്രോത്സാഹിപ്പിക്കണം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായി കളിച്ചു. ഓക്കെ, ബൈ 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 ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ മണവാട്ടി രമണിയമ്മ. രമണിയമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി?
64 വയസ്സുള്ള രമണിയമ്മയാണ് നമ്മുടെ മണവാട്ടിയായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താ പറയാനുള്ള? ആദ്യമായിട്ടല്ലേ കളിക്കുന്നത്? സന്തോഷാണോ? അതെയാ? ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സുന്ദരി പൂവേ ദൂരം കാണുന്നില്ലല്ലോ. ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. വാ. വരുന്നില്ലേ? മണവാട്ടിയെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് വേണം ഇവരിറങ്ങിയിറ. ടെൻഷനൊന്നും വേണ്ട, രണ്ടാളും നല്ലോണം ചിരിച്ചു കളിക്കാം. രമണിയുടെ ഇപ്പഴായി ചിരിച്ചോ? അപ്പൊ ഞാനിവിടെ തന്നെ വെച്ച് തന്നെ ശാലൊക്കെ മുല്ലപ്പൂന്ന് കാണുന്നില്ല. ശരിയാക്കി തരാൻ മിനിറ്റ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇപ്പൊ വീട്ടിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്മള് ധനേച്ചിയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പം ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.